ഇതുണ്ടോ? ഇനി ഒരാൾ കൊടുക്കുന്നത് ഹറാമിന്റെ സ്വത്തിന്റെ സക്കാത്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുമോ? ഹറാമിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് അവൻ്റേത് അല്ല, അത് വേറെ ആരാന്നോ പിടിച്ചെടുത്തത്, ആക്രമിച്ചത്, ഇങ്ങനത്തെ മുതൽ. ആ മുതലിന്റെ ഉടമസ്ഥൻ തന്നെ അവനല്ല, അതിന്റെ ഉടത്തനം അവനില്ല. ഇല്ലാതെയാകുമ്പോൾ അവൻ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ അത് ഉപയോഗിക്കലല്ല, അതിന് യഥാർത്ഥ ആള് ആര് അവർക്ക് അതിന് എത്തിച്ചു കൊടുക്കണം. ഹറാമെന്നാണ് സക്കാത്ത് എന്ന പേരിൽ ഇവൻ തരുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ സ്വീകരിക്കാൻ പാടുള്ളതും അല്ല. സക്കാത്തിന്റെ സ്വത്ത്, സക്കാത്തിന്റെ മുതലിൽ ഒരു ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ ആയിരിക്കെങ്കിലും ഒരു റിക്ഷ വാങ്ങി കൊടുക്കുക ആ പൈസ, അല്ലെങ്കിൽ ഒരു പീടി ഇട്ട് കൊടുക്കുക, അങ്ങനെ പറ്റുമോ? സക്കാത്ത് പൈസന്റെ സക്കാത്ത് ഉജൂബായിട്ടുണ്ടെങ്കിൽ പൈസ തന്നെ കൊടുക്കണം. പൊന്നിന്റെ സക്കാത്ത് ഉജൂബായിട്ടുണ്ടെങ്കിൽ പൊന്ന് തന്നെ കൊടുക്കണം. പറയുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഒരു സംശയമാണ്, പൊന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്ക് മാലയെന്ന് കണ്ടാക്കിയിട്ട് കൊടുക്കണം, അത് വേണ്ട, വേറെ പൊന്നെടുത്തിട്ട് കൊടുത്താലും മതി. അങ്ങനെ പൈസന്റെ സക്കാത്ത് പൈസ തന്നെ, സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ, വെള്ളിന്റെ സക്കാത്ത് വെള്ളി. കച്ചവടച്ചരക്കിന്റെ വില ഇതാണ്, അതിന്റെ വില തന്നെ കൊടുക്കണം. ആ വില അവരെ കയ്യിൽ തന്നെ എത്തണം. നമ്മൾ അവർക്ക് ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കലോ അല്ലെങ്കിൽ ലോറി എടുത്തു കൊടുക്കലോ അതൊന്നും പറ്റൂല. പിന്നെന്താക്ക, ഇവനെ നിയന്ത്രിക്കാൻ അറിയാത്ത ആളാണ്. ഈ പൈസ അവൻ കൊണ്ടുപോയാല് പിന്നെ ഒട്ടാകെ എന്തെല്ലാം ആക്കി കളയും എന്നുണ്ടെങ്കിൽ സാധനം വാങ്ങി കൊടുക്കാൻ പറ്റൂല, പൈസ തന്നെ എത്തിക്കണം. പിന്നെന്ത് ചെയ്യാ, സക്കാത്തിന്റെ പൈസ ആ സമയമാകുമ്പോഴേക്ക് അവന്റെ കയ്യിലെത്തിക്കുക. എത്തിച്ചിട്ട് പറയാ പൈസ നിന്റേത്, എൻ്റെ കയ്യിൽ കുറച്ച് ഇരിക്കട്ടിടാ, എന്തിന്, നിനക്കൊരു ഓട്ടോറിക്ഷ വാങ്ങണം, നിന്റെ സമ്മതമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവന്റെ സമ്മതം വാങ്ങിയിട്ട് അവന്റെ പൈസനെ രണ്ടാമത് വാങ്ങിയിട്ട് ഓട്ടോറിക്ഷ മറ്റേ വാങ്ങി കൊടുക്കുക എന്നല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഓട്ടോറിക്ഷ വാങ്ങി കൊടുക്കേണ്ടതിരിക്കുന്ന നിയമം ഇല്ല, ശറയിൽ ഇല്ല. 100 പവൻ സ്വർണ്ണമുണ്ട്, 100 പവനും ബാങ്കിൽ വെച്ച് പൈസ മേടിച്ചിട്ടുണ്ട് പണയം വെച്ചിട്ട്. ആ 100 പവൻ സ്വർണത്തിന് സക്കാത്തുണ്ടോ? 100 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ അത് ഇവൻ്റേതാണ്. പണയം വെച്ചത് കൊണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം നീങ്ങിപ്പോയിട്ടില്ല, അവന്റെ ഉടമത്വത്തിൽ തന്നെയാണുള്ളത്. ഇവിടെ എന്തായി, 100 ഗ്രാം സ്വർണം അവന്റെ കയ്യിലുണ്ട്, കടവും ഉണ്ട് എന്നാണ് അർത്ഥം. ഈ ഉള്ള സ്വർണത്തിന് 2.5 ഗ്രാം സക്കാത്ത് കൊടുക്കണം. കടമോ അത് വേറെ, കടം വീടാനും ഉണ്ട്, സക്കാത്ത് ഉജൂബായിട്ടും ഉണ്ട്. രണ്ടും രണ്ട് വിഷയമാണ്. വക്കീല് ഒരാളെ ഏൽപ്പിക്കുമ്പോ മൊക്കൽ ഇലയിനെ നിർണയിക്കണം. സംഘടനക്ക് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, 1 2 അപ്പൊ ഈ ഉക്കലായി നീ മൊക്കല് ഏൽപ്പിക്കുമ്പോ മൊക്കൽ ഇലയിനെ നിർണയിക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം. വക്കാലത്താക്കുന്ന സമയത്ത് ഒരു അബ്ദുല്ലാനെ വക്കാലത്താക്കുന്നു, സക്കാത്തിന്റെ പൈസ അബ്ദുല്ലാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ സക്കാത്ത് ഇത് അഹമ്മദിന് കൊടുക്കണം, ഇല്യാസിന് കൊടുക്കണം, മറിയമിന് കൊടുക്കണം, ഇങ്ങനെ ഇവനോട് വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. സക്കാത്തിന്റെ അവകാശികളെ മനസ്സിലാക്കാൻ അറിയുന്നവനാണവൻ എങ്കിൽ സക്കാത്തിന്റെ അവകാശികൾ ആര് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ കൊടുത്താൽ മതി. സക്കാത്തിന്റെ അവകാശികൾ ആര് എന്നവൻ അറിയില്ലെങ്കിൽ പിന്നെ ഇന്നാളെന്ന് പറയേണ്ടി വരും. വലത് നാട്ടിൽ നിന്ന് നക്കല് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, നീക്കം ചെയ്യുന്നത്. ഇപ്പൊ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മംഗലാപുരത്ത് ഏതെല്ലാം നാട് പെടും? ഒരു നാട് എന്ന് പറഞ്ഞാൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഈ ടൗണ് മാത്രമല്ല, ഈ ടൗണും ഇതിന്റെ ചുറ്റുഭാഗം സാധാരണ ഒരു പോകാൻ വലിയ പ്രയാസമില്ലാത്ത, എല്ലാവർക്കും ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ സാധാരണ പോയിട്ട് മെരിച്ചം കണ്ണോക്കിന് പോയിട്ട് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ നേർച്ചക്കോ മംഗലത്തിനോ വിളിച്ചാൽ പോകാൻ പറ്റുന്ന, വലിയ ദൂരത്തിന് കരുതി പോകുന്നല്ല, സാധാരണ നാട്ടിലുള്ള നടന്നിട്ട് പോകുന്നവർക്ക് നടന്നിട്ട്, ഈ ഓട്ടോയിൽ പോകുന്ന ആൾക്ക് ഓട്ടോയില്, അങ്ങനത്തെ അതിൽപ്പെടുന്ന സാധാരണയിൽ ഇതിൽപ്പെടുന്ന ആ സ്ഥലമൊക്കെയാണ്. ജുമാന്റെ വലത് പോലെയല്ല. ജുമാ ഇപ്പം എന്താക്കുന്നത്, പല സ്ഥലത്തും ഒരു നാട്ടിൽ തന്നെ 3 സ്ഥലത്ത് 4 സ്ഥലത്തൊക്കെ ജുമാ നിർത്തുന്നത്. അത്രയൊന്നുമല്ല, അതിനേക്കാൾ വിശാലമാണ് നാട്ടിന്റെ പരിധി. അതാത് നാട്ടുകാർ മനസ്സിലാക്കണോ. നമ്മളെ നാട്ടിലേക്ക് വെട്ടാളല്ലേ, ഇത് നമ്മളെ നാട് തന്നെ, മുട്ടത്താള്, ഞങ്ങളെ റായത്ത് കേസ് ഏറിയ എന്നിട്ട് അങ്ങനെ മനസ്സിലാക്കണം. അവന് സക്കാത്ത് എടുക്കാൻ അർഹനപ്പെട്ടവനല്ല, ഓൺ കൊടുത്ത സക്കാത്ത് കൊടുത്തു, അവൻ എന്താക്കണം? ഇപ്പൊ സക്കാത്ത് സ്വീകരിക്കാൻ തരപ്പെട്ട ആളല്ല, ഫക്കീറല്ല, മിസ്കീനല്ല, കടമുള്ളവനല്ല, ഇബ്നു സബീലല്ല, ഒന്നും അല്ല.
അങ്ങനത്തെ ഒരാൾക്ക് സക്കാത്ത് കൊടുത്ത ഒരാള് അവൻ എന്ത് ചെയ്യണം? പറയണം, സക്കാത്തിന്റെ മുതൽ ആണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയണം. എടുത്തു കഴിഞ്ഞത് പിന്നെ അറിഞ്ഞ് അവൻ തന്ന പൈസ സക്കാത്തിൻ്റെതാണ് എന്ന് അറിഞ്ഞാൽ പോയിക്കൊണ്ടിട്ട് അവന് കൊടുക്കണം. നീ സക്കാത്തിന്റെ കാശ് നക്ക് തന്നരേ, നക്ക് സക്കാത്ത് സ്വീകരിക്കാവില്ല, ഇത് മടക്കിയിട്ട് എടുത്തോളുന്നതിൽ കൊടുക്കണം. ഈ വാങ്ങിയ ഉദാഹരണത്തിന് എനിക്ക് സക്കാത്ത് ഒരാൾ തന്നു, ഞാൻ അറിയില്ല എനിക്ക് സക്കാത്തിന്റെ പൈസയാണ്. അപ്പൊ ഞാൻ പിറ്റേന്ന് അറിഞ്ഞ് സക്കാത്ത് നക്ക് തീരാ. അപ്പൊ എന്താക്കുന്നത്? ഞാൻ എന്താക്കാം, അപ്പുറത്തൊരു മിസ്കീനുള്ള അവൻ കൊടുക്കണേ, അത് ആവല, പിന്നെ അവനെല്ലാം കൊടുക്കണം മടക്കിയിട്ട്. ആര് നക്ക് തന്നരെ അവന്റെ മുട്ട കൊടുക്കണം. അവന് ചൊന്നെങ്കിൽ നീ അപ്പുറത്ത് എന്നെ ആൾ കൊടുക്കുക, അപ്പൊ അതാവും. മാസം മാസം ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സക്കാത്തിന് നിസ്വാബ് പൂർത്തിയാകുന്നുണ്ട് എല്ലാ മാസവും. എന്നാൽ അയാൾ മാസം മാസം കൊടുക്കേണ്ടതുണ്ടോ, കൊല്ലത്തിൽ കൊടുത്താൽ മതി എന്ന് സൗദി അറേബ്യയിൽ നിന്നൊരു ചോദ്യം. സക്കാത്ത് കൊടുക്കൽ ഉജൂബാവുന്നത് കൊല്ലം പൂർത്തിയാവുമ്പോൾ ആണ്. എങ്കിലും ഒരു കൊല്ലം തുടങ്ങുന്നു, ഉദാഹരണത്തിന് അയാളെ കച്ചവടത്തിന്റെ തുടക്കം അയാൾ കണക്കാക്കുന്നത് റബീഉൽ അവ്വൽ മാസം 1 അല്ലെങ്കിൽ ജുമാദിൽ അവ്വൽ 1 എന്നൊക്കെ. അയാൾ മാസം 1 തുടങ്ങുന്നതാണ്. അന്ന് മുതൽക്ക് അടുത്ത കൊല്ലം അതേ തുടങ്ങിയ മാസം വരുമ്പോൾ സക്കാത്ത് കൊടുത്താൽ മതി ആവും. എങ്കിലും അയാളെ കച്ചവടത്തിന്റെ കൊല്ലം തുടങ്ങുന്നുണ്ടല്ലോ, ജുമാദിൽ അവ്വൽ 1 അയാൾ തുടങ്ങുന്നു കച്ചവടത്തിന്റെ കണക്ക്. അന്ന് മുതൽക്ക്, ആ തുടങ്ങിയത് മുതൽക്ക് മുതൽ അയാളെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാം. കൊടുത്തിട്ട് കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് അതിനെ കണക്ക് കൂട്ടിയാൽ മതി. മുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ സക്കാത്തായി. മുതൽ നശിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാളൊക്കെ മടക്കി വാങ്ങേണ്ടതിരിക്കുന്ന അധികാരവും ഉണ്ട്. ചിലപ്പോൾ മടക്കി ചോദിക്കുമ്പോൾ ആ സ്വത്ത് അവൻ്റെ ഉണ്ടാവില്ല, അത് തീർന്നിട്ടുണ്ടാവും. സക്കാത്ത് ഫണ്ടിൽ നിന്ന് ചില സംഘടനകൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പാണ്. എങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ? സക്കാത്ത് ഫണ്ട് എന്നുള്ളതിൽ പല തെറ്റായ കാര്യങ്ങളും അതിൽ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പലതും മനസ്സിലാക്കിയെടുത്ത് അനുഭവത്തിൽ ഉള്ളതും ആണ്. അതുകൊണ്ട് സക്കാത്ത് ഫണ്ട് എന്നുള്ള ഒരു സംഘടന തന്നെ അത് നമ്മൾക്ക് ഇല്ല. അങ്ങനെയുള്ള ഫണ്ടിൽ നിന്ന് സക്കാത്തിന്റെ പൈസയാണ് പിരിപ്പിച്ചിട്ട് ഇവർ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് അറിഞ്ഞാൽ അത് സക്കാത്തിൻ്റെത് ആണോ അല്ലേന്നും കൂടി അറിയാത്തൊരവസ്ഥയായിരിക്കും. അതിന് ശരിയായ ഇത് ആണെങ്കിൽ സ്വീകരിക്കാൻ പാടുള്ളതല്ല. പിന്നുണ്ടെന്ത് ഇതിന് അവകാശികളില്ല, ഇതിങ്ങനെ ദുരുപയോഗപ്പെട്ട് പോവും എന്നുണ്ടെങ്കിൽ ഇവൻ സക്കാത്തിന് അർഹനാണെങ്കിൽ, ഞാൻ സക്കാത്തിന്റെ അർഹനാണ്, ഇന്ന ആളുടെ സക്കാത്തൊക്കെ പിരിപ്പിച്ചിട്ടുണ്ട്, ഞാനും കൂടി വാങ്ങിയില്ലെങ്കിൽ എന്നും ദുരുപയോഗമായിരിക്കും, ഞാൻ സക്കാത്തിന്റെ അർഹനാണ് എന്നുണ്ടെങ്കിൽ അവിടെ വക്കാലത്തും മറ്റൊക്കെ ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. വക്കാലത്തും കൂടി ശരിയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ സ്വീകരിക്കാനും പറ്റൂല. ഇപ്പോൾ ഗവൺമെന്റ് പാസ്സാക്കിയ പണം, ഉദാഹരണത്തിൽ ഇപ്പൊ അപകടത്തിൽ മരിച്ച ആൾക്ക് കഴിഞ്ഞതായ വിമാനാപകടത്തിൽ പലയാൾ മരിച്ചുപോയി. എന്നാൽ ആ കുടുംബത്തിന് ഗവൺമെന്റ് പല പൈസകൾ പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ അത് അവർ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ ഇതിന്റെ സക്കാത്ത് എങ്ങനെ? പൈസ അവർ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, അത് ഗവൺമെന്റിന്റെ കയ്യിലാണ്, പക്ഷെ ഇവരുടെ പേരിൽ പാസ്സായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ മേലും സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ? സക്കാത്ത് ഗവൺമെന്റിന് കിട്ടിയ സഹായധനം അതാർക്കാണോ കിട്ടിയതിന് ശേഷം, പാസ്സായതിനു ശേഷമല്ല, കയ്യിൽ വന്നതിന് ശേഷം 1 വർഷം അവന്റെ കയ്യിൽ സ്റ്റോക്ക് നിന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്തിന് ഗൾഫിലെല്ലാം പൈസ കൊടുക്കലുണ്ട് ചില ആളുകൾ. അപ്പോ ഫിത്ർ സക്കാത്തിന്റെ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച്, ഫിത്ർ സക്കാത്തിന്റെ പൈസ കൊടുക്കുന്നത് ഷാഫി മദ്ഹബിൽ ഖീമത്ത് കൊടുക്കാൻ പറ്റുകയില്ല. കൊടുക്കുന്ന ആള് പിന്നെ വേറെ വല്ല മദ്ഹബും സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയില്ലല്ലോ. മറ്റുള്ള മദ്ഹബ് സ്വീകരിച്ചിട്ടാണെങ്കിൽ സഹിയാവും, ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടോ മറ്റാണെങ്കിൽ. കടം മേടിച്ചാലും കൊടുത്താലും രണ്ടാളും സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ മേടിച്ചവൻ്റെ അത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടത്, അപ്പോൾ സക്കാത്ത് കൊടുക്കണമോ? കടം എടുത്ത ആളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സ്റ്റോക്ക് ഇല്ല, അത് തീർന്നു പോയിട്ടുണ്ട് ഏതോ നിലക്ക്, അവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ಈಗ ಎಷ್ಟು ಹಣ ಇದ್ದರೆ ಜಕಾತ್ ಕೊಡಬೇಕು ಎಂಬುದನ್ನು ಪುನಃ ಹೇಳುತ್ತೀರಾ? സക്കാത്തിന്റെ പൈസ അതെവിടെ നിന്നാണ്, എത്ര പൈസ തുടങ്ങേണ്ടത് എന്നത് വിശദീകരിക്കാമോ എന്ന്.
595 ഗ്രാം വെള്ളി. ആ വെള്ളിക്ക് സക്കാത്ത് കൊടുക്കുന്ന ആ സമയമാവുമ്പോൾ എത്ര വില വരും? അത്ര ഉദാഹരണത്തിന് 15,000 റുപ്യ അല്ലെങ്കിൽ 16,000 റുപ്യ. 16,000 റുപ്യ ഒരു കൊല്ലം സ്റ്റോക്ക് എന്നാൽ സക്കാത്ത് കൊടുക്കണം എന്നായി. പിന്നെ മറ്റൊരു ചോദ്യം, വെള്ളി കൊണ്ട് കണക്കാക്കണമോ 595 ഗ്രാം, അതായത് 200 ദിർഹം, അല്ല 20 മിസ്കാല് കൊണ്ട് കണക്കാക്കണമോ? 20 മിസ്കാല് സ്വർണം 85 ഗ്രാം. 85 ഗ്രാമും 595 ഗ്രാം വെള്ളിയുമായാൽ വിലയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പൊ സ്വർണത്തിന്റെ വിലയാവണമെങ്കിൽ ഈ 16,000 റുപ്യ ഒന്നും പോരാ, അതിനേക്കാളും എത്രയോ പൈസ വേണം. അപ്പൊ ഇവിടെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് പണം സ്റ്റോക്ക് വേണ്ടി വരും. അപ്പോൾ എന്താവും? ഫക്കീറന്മാർക്ക്, അതായത് സക്കാത്തിന്റെ അവകാശികൾക്ക്, സക്കാത്ത് സ്വീകരിക്കുന്ന ആൾക്ക് പണം കിട്ടാൻ കുറെ പ്രയാസമുണ്ട്, കുറെ പൈസ അധികം വേണം. അപ്പൊ സക്കാത്തിന്റെ അവകാശികൾക്ക് ഗുണമുള്ളത് വെള്ളി കൊണ്ട് കണക്കാക്കലാണ്. അങ്ങനെ 2 വസ്തു ഉണ്ടെങ്കിൽ, 2 നാണയങ്ങൾ ഉണ്ടെങ്കിൽ ഏതുകൊണ്ടാണോ ഫക്കീറന്മാർക്ക് ഗുണം കിട്ടും അതുകൊണ്ട് കണക്കാക്കണം എന്നാണ് ശരീഅത്ത് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളി കൊണ്ട് കണക്കാക്കണം. കച്ചവടത്തിന്റെ സക്കാത്ത് കൊല്ലം പൂർത്തിയാവണല്ലേ? ഒരാൾ ഒരു ജൗലി കച്ചവടം 6 മാസം കച്ചവടം ചെയ്ത് 6 മാസം ആകുമ്പത്തു ഇയാളെ കച്ചവടത്തിലുള്ള ലോസായി. പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത് കച്ചവടം വീണ്ടും തുടങ്ങുന്നു. എന്നാൽ ഇയാൾ സക്കാത്ത് കണക്കാക്കേണ്ടത് ആദ്യം തുടങ്ങിയതിൻ്റെ ഡേറ്റ അല്ല, ഈ രണ്ടാമത് തുടങ്ങിയതിൻ്റെ ഡേറ്റ. കച്ചവടം തുടങ്ങി 6 മാസം ആകുമ്പോഴേക്ക് കച്ചവടം പൊളിഞ്ഞു, അയാൾ കച്ചവടം പൂർണ്ണമായി നിർത്തിയാ പിന്നെ രണ്ടാമത് തുടങ്ങുന്ന വിഷയം വേറെ. അത് പിന്നെ തുടങ്ങിയിട്ട് കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് സക്കാത്ത് കൊടുത്താൽ മതി. നിർത്തിയിട്ടില്ല, മുമ്പ് വലിയ കച്ചവടം നടന്നിരുന്നു, 6 മാസം ആകുമ്പോഴേക്ക് കച്ചവടം കുറച്ച് കുറഞ്ഞ് ചെറിയ നിലക്കുണ്ട്, പിന്നെ ഉഷാറായി, എന്നാലും ആദ്യത്തെ കൊല്ലം തന്നെ ഇടക്ക് പൂർണ്ണമായി നിർത്തിയിരുന്നു രണ്ടാമത് തുടങ്ങിയ സമയം. സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് സക്കാത്തിന്റെ ആ നിനക്ക് ഞാൻ തറന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണം, അല്ല മനസ്സിൽ കരുതിയാൽ മതിയാ? പറയണമെന്നില്ല, എന്റെ സക്കാത്ത് കരുതിയാൽ മതി. നിയ്യത്ത് വേണം, സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം.